കോടി രൂപയുടെ കുടിശ്ശിക പറഞ്ഞു. സാർ, ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ആരോഗ്യ മേഖലയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആത്മാർത്ഥമായ നടപടി സ്വീകരിക്കണം. അതിൽ തയ്യാറാകാത്തതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നു. ശ്രീ പി ബാലചന്ദ്രൻ, അങ്ങേക്ക് 10 മിനിറ്റ് സംസാരിക്കാം. സർ, കേരളത്തിൽ ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന 57 മുതൽ ഒരു കേരള മോഡൽ ആരോഗ്യ നയം നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് വന്നിട്ടുള്ള ഗവൺമെന്റുകൾക്കൊക്കെ അതിൽ പങ്കുപറ്റാം, അല്ലെങ്കിൽ അതിൽ ഭാഗവാക്കുകളാകാം എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ കേരള മോഡൽ ആരോഗ്യ നയം ഇന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിക്കുന്ന, അതിനെ ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകയായി ഉയർത്തി കാണിക്കുന്ന ഒരു നിലവാരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഡോക്ടർ രോഗി അനുപാതത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഈ കേരളത്തിൽ ഉദ്ദേശം 3682 ആശുപത്രികളാണുള്ളത്. അതിൽ 12 മെഡിക്കൽ കോളേജുകൾ, 32 താലൂക്ക് ആശുപത്രികൾ, 18 ജില്ലാ ആശുപത്രികൾ, ഇത്രയും സംവിധാനങ്ങൾ സമഗ്രമായി പ്രവർത്തിക്കുന്ന ആരോഗ്യ മേഖലയാണ് കേരളത്തിലുള്ളത്. കേരളം നേരിട്ടിട്ടുള്ള പകർച്ചവ്യാധികളെയും കേരളം നേരിട്ടിട്ടുള്ള മാരകമായ രോഗങ്ങളെയും ഏറ്റവും മാതൃകാപരമായി പ്രതിരോധിക്കുന്നതിലും അതിനെ പിടിച്ചു കെട്ടുന്നതിനും ആരോഗ്യ നയത്തിന്റെ ഭാഗമായി സാധിച്ചിട്ടുണ്ട് എന്ന് കോവിഡിന്റെ കാര്യത്തിലെങ്കിലും പ്രതിപക്ഷം കണക്കുകൾ നിരത്തിവെച്ച് അംഗീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലോകത്തിലെ ആരോഗ്യ നിലവാരം അളക്കുന്ന ലോകരാജ്യങ്ങളുടെ ആ മെഡിക്കൽ ലെവൽ അളക്കുന്ന ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി വരെ കോവിഡിന്റെ കാലത്ത് കേരളത്തിന്റെ പ്രവർത്തനത്തെ അംഗീകരിച്ചതാണ്. നിപ്പ ഒരു വാർഡിൽ തന്നെ ആ രോഗത്തെ വളഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. എങ്ങനെയാണത് സാധിച്ചത്? അത്ര വലിയ സമഗ്രമായ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പിൻബലമൊന്നും കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടില്ലെങ്കിലും ബദ്ധശ്രദ്ധമായ ജനകീയ ആരോഗ്യ നയത്തിന്റെയും പ്രതിരോധത്തിന്റെയും ഭാഗമായി കേരള ഗവൺമെന്റിന് അത് സാധിച്ചു ശൈലജ ടീച്ചറുടെ കാലത്ത്. എന്നാൽ ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ, വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ, കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഇവിടെ പറഞ്ഞില്ലേ? കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ കടോവർ ശസ്ത്രക്രിയ, ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഏക മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഇപ്പോൾ ആ മെഡിക്കൽ കോളേജിന് മാതൃകയായി ജില്ലാ ആശുപത്രികളിൽ 18 എണ്ണത്തിൽ 14ലും കാത്ത് ലാബുകൾ പ്രവർത്തിക്കുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു പ്രത്യേക അഴുക്ക് ജലത്തിൽ നിന്ന് പടരുന്നതാണെന്നും അത് മോർട്ടാലിറ്റി റേറ്റിൽ ഏറ്റവും കൂടുതൽ വിനാശകരമാണ് എന്നും ലോകാരോഗ്യ സംഘടന തന്നെ അതിന്റെ പത്രക്കുറിപ്പുകളിൽ പറയുന്നുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറയുന്നുണ്ട്. ഒരു പ്രത്യേക കാര്യം ഇവരുടെ ശ്രദ്ധയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 99% ഈ രോഗത്തിന്റെ മോർട്ടാലിറ്റി റേറ്റ്. എന്നാൽ കേരളത്തിൽ അത് 24% പിടിച്ചു നിർത്താൻ ഈ ആരോഗ്യ വകുപ്പിന് സാധിച്ചു. എങ്ങനെയാണ് സാധിച്ചത്? സമഗ്രമായ ജനകീയമായ ഒരു ആരോഗ്യ നയമില്ലാതെ അത് സാധിക്കുമോ? സാമ്പത്തികമായ ഞെരുക്കത്തിന്റെ ഇടയിലും ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഞങ്ങളുടെ ജില്ലയിൽ, എൻ്റെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ജനറൽ ആശുപത്രിയിൽ ഒരു മാസം നടക്കുന്നത് 300 പ്രസവങ്ങളാണ്. 300 പ്രസവങ്ങൾ നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അവിടെ 3 കാത്ത് ലാബുകൾ പ്രവർത്തിക്കുന്നു.
ഉദ്ദേശം 900-ഓളം അവിടെ ഇന്റർവെൻഷൻ കാർഡിയോളജി ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടർമാർ ഉപയോഗിച്ചുകൊണ്ട് ഹൃദയ രോഗത്തിന് വേണ്ടി ചികിത്സ നടത്തി കഴിഞ്ഞു. ഇങ്ങനെ മെഡിക്കൽ കോളേജുകളും പണ്ട് ധർമാശുപത്രി എന്ന ബോർഡ് വെച്ചിരിക്കുന്ന മെഡിക്കൽ കോളേജുകൾ കൊളോണിയൽ ഭരണകാലം മുതൽ അതിനെ ജനകീയ ഗവൺമെന്റിന്റെ കാലം വന്നപ്പോൾ ആ പേര് മാറ്റി ആരോഗ്യ രംഗത്തെ ഏറ്റവും വലിയ വിപ്ലവകരമായ പുനഃസംഘാടനം നടത്തിക്കൊണ്ട് ഡോക്ടർ AR മേനോന്റെ കാലം മുതൽ തുടങ്ങിയതാണ് പാവപ്പെട്ടവർക്കും ചികിത്സ വേണമെന്നുള്ള ഒരു സമ്പ്രദായം. നമ്മുടെ വീട്ടിലൊരാൾക്ക് രോഗം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുക സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകണമെന്നാണ്. കാരണം അവിടേക്ക് പോയാലാണ് കൂടുതൽ ആധുനികമായ ചികിത്സ ലഭിക്കുക എന്നാണ് നമ്മുടെ വിചാരം. എന്നാൽ അവിടെ ചെന്നാൽ പൾസ് പരിശോധിക്കുന്നതിന് മുമ്പ് പേഴ്സ് പരിശോധിക്കും. അങ്ങനെയുള്ള ആശുപത്രികളിലേക്ക് പോകാൻ ഇന്ന് കേരളത്തിന്റെ മധ്യവർഗത്തിന് പോലും ആ വരുമാനമുള്ളവർക്ക് പോലും ഭയമാണ്. അങ്ങനെയുള്ള ആശുപത്രികളുടെ പ്രചാരകന്മാരായ ഒരു കൂട്ടർ മാറുന്നതിന്റെ തെളിവാണ് ഇത്തരത്തിലുള്ള പ്രമേയങ്ങളുടെ പിന്നിൽ. പൊതു ആരോഗ്യ മേഖല തകരുകയാണ്. ഇവിടെ ചികിത്സ ലഭിക്കില്ല, ഇവിടെ മരുന്നില്ല, ഇവിടെ ശസ്ത്രക്രിയ നടക്കുന്നില്ല, ഇവിടെ വേണ്ടത്ര ഉപകരണങ്ങളില്ല എന്ന് വരുത്തി തീർക്കേണ്ടത് ആരുടെ ചുമതലയാണ്? 1632 വരുന്ന സർക്കാർ ആശുപത്രികളെ ഒറ്റപ്പെടുത്താനും 2000 ചില്ലുവാനം വരുന്ന സ്വകാര്യ ആശുപത്രികളെ എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് പടർന്നു വളരുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ അതിന്റെ പ്രചാരകന്മാരുടെ വേലയിലേക്ക് UDF തരം താഴരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യത്തിലേക്ക് വരാം. ഇത് ഇവിടെ മാത്രമുള്ള രോഗമാണോ? കേരളത്തിൽ മാത്രമുള്ള രോഗമാണോ? ഞാൻ പറഞ്ഞു, ലോകത്തിൽ ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ് 99%. കേരളത്തിൽ അത് 24. എങ്ങനെയാണ് 24 ആയത്? നമുക്ക് ഡോക്ടർമാരുടെ സംവിധാനം മാത്രമല്ല, അതിനൊരു പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ സഹായവും കൂടി വേണം. നിങ്ങൾക്കറിയില്ലേ, ലിനിയെ കുറിച്ച് നിപ്പ പടർന്നു പിടിച്ചപ്പോൾ 4 നിപ്പ രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഒരു നേഴ്സ് കോഴിക്കോട് ആശുപത്രിയിൽ ഈ നിപ്പ രോഗികൾ കിടക്കുന്ന വാർഡിലിരുന്ന് ദുബായിലുള്ള ഭർത്താവിന് കത്തെഴുതി. ആ സ്ത്രീ എഴുതിയ കത്ത്, എനിക്കൊരു പക്ഷേ നമ്മുടെ കുഞ്ഞുമകളെ വളർത്തി വലുതാക്കാൻ കഴിയില്ല, ഞാൻ നിപ്പ രോഗികളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴേ ചെറിയ ചൂടുണ്ട്, പനിയുണ്ട്, നിങ്ങൾ വരുമ്പോൾ നമ്മുടെ മോളെ സംരക്ഷിക്കണം, ഞാൻ എന്തായാലും വീട്ടിൽ പോകുന്നില്ല, ഈ നിപ്പ രോഗികളെ സംരക്ഷിച്ചുകൊണ്ട് എന്റെ ജീവിതം അവർക്ക് വേണ്ടി സമർപ്പിക്കും. അങ്ങനെ ലിനിമാരുടെയും 100 കണക്കിന് ഡോക്ടർമാരുടെയും അർപ്പണ മനോഭാവമുള്ള പ്രവർത്തനത്തിലൂടെ വളർന്നു വന്നതാണ് കേരളത്തിലെ ആരോഗ്യരംഗം. നിങ്ങൾ അടച്ചാക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ ആട്ടിപ്പുറത്താക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യ സ്നേഹികളായ ഒരുപറ്റം ഡോക്ടർമാരെയും ഒരുപറ്റം പാരാമെഡിക്കൽ സ്റ്റാഫിനെയുമാണ്. ലക്ഷക്കണക്കിന് രൂപ പോക്കറ്റുള്ളവർക്ക് അസുഖം വന്നാൽ പേടിക്കാനില്ല. അവർക്ക് പല വിധത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ലഭിക്കാനിടയുണ്ട്. എന്നാൽ പാവപ്പെട്ടവർക്ക് വന്നാലോ? നിങ്ങൾ പറയുന്നതിൽ കോവിഡിന്റെ കാര്യം മാത്രം എടുക്കുക. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഈ കേരള നിയമസഭയിൽ പറഞ്ഞത് കേരളത്തിലെ ചികിത്സാ സംവിധാനമല്ല ശരി, അമേരിക്കൻ ചികിത്സാ സമ്പ്രദായം വേണം. മറ്റൊരാളുണ്ടല്ലോ, KPCCയിലെ ശാസ്ത്രജ്ഞൻ മുരളീധരൻ, അദ്ദേഹം പറഞ്ഞത് ഇവിടെ ചൂടുള്ളത് കൊണ്ട് ഇത് പരക്കാൻ പോകുന്നില്ല, ഇത് ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നതാണ്, കോവിഡ് അങ്ങനെ പരക്കില്ല എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത്. അമേരിക്കയിലെ സ്ഥിതി എന്തായിരുന്നു സഹപ്രവർത്തകരെ, പ്രതിപക്ഷമേ? അമേരിക്കയിലെ സ്ഥിതി എന്തായിരുന്നു? അമേരിക്കയിലെ ശവക്കോട്ടകളിൽ, സെമിത്തേരികളിൽ ശവപ്പെട്ടികൾ കുന്നുകൂടി കിടക്കുമ്പോൾ കേരളത്തിൽ 85ഉം 90ഉം വയസ്സുള്ളവരെ കമ്മ്യൂണിറ്റി സെന്ററുകളിൽ പോയി ചികിത്സിച്ച് വീട്ടിൽ കൊണ്ടുചെന്നാക്കിയ പാരമ്പര്യമില്ലേ? ഇന്നലത്തെ പ്രമേയം പാളിപ്പോയതിന്റെ 2 അടയാളങ്ങൾ പുറത്തുണ്ട്. ഈ നിയമസഭയിൽ നിങ്ങൾക്കൊപ്പം ഇരിക്കേണ്ടവർ,
പ്രതിഷേധമാണത്രേ. ഇന്നും പ്രതിഷേധിച്ച് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാം. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നും രണ്ടുപേരുടെ പേര് പറയും. ആ രണ്ടുപേരെ കൂടി അവരുടെ കൂടെ ഇരുത്തണം. ജനകീയ സമരങ്ങളുടെ അടിത്തറ പാടുമ്പോൾ നിങ്ങൾ വിരലി ചൂണ്ടുന്നത് നിങ്ങളുടെ നെഞ്ചിലേക്ക് തന്നെയാണെന്ന് ഓർമ്മ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അടിയന്തര പ്രമേയത്തിന്റെ മുഖ്യ കാര്യത്തെ എതിർക്കുകയാണ്. ശ്രീ നജീബ് കാന്തപുരം, അങ്ങേക്ക് 9 മിനിറ്റ്. സർ, എന്തൊരു അപഹാസ്യമാണ് സർ. ഒരു സമര സംഘടനയെന്ന് അവകാശപ്പെടുകയും അതിൽ ഊറ്റം കൊള്ളുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അംഗമായ ശ്രീ ബാലചന്ദ്രൻ ഈ ഒരു സഭയിൽ സമരത്തിലിരിക്കുന്ന 2 ഞങ്ങളുടെ സഹപ്രവർത്തകരെ കുറിച്ച് പറഞ്ഞത് കേൾക്കുമ്പോൾ അപമാനവും ഒരു പരിഹാസവും മാത്രമേ തോന്നുള്ളൂ. വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പ്രസംഗിച്ചപ്പോ പറഞ്ഞ ഒരു കാര്യം, ഇപ്പോ സർക്കാർ ആശുപത്രിയിലേക്ക് പോയാൽ പേഴ്സ് വേണ്ട. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് സർക്കാർ ആശുപത്രിയിൽ പോയാലാണ് ഏറ്റവും കൂടുതൽ പേഴ്സ് കീറുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത്? ഈ കഴിഞ്ഞ ദിവസം എന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ സർക്കാർ ആശുപത്രിയിൽ പോയി ഹൃദയ ശസ്ത്രക്രിയക്ക് പോയി സർ. അദ്ദേഹത്തിന് 1,51,000 ബില്ലുമായിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത്. എന്റെ വീടിനടുത്തുള്ള ഒരു സ്ത്രീ പുറത്ത് ഇത്ര ഇല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. എന്റെ വീടിനടുത്തുള്ള